छुपा के तुझे सीने से लगाना है, प्यार में तेरे हद से गुजर जाना है। इतना प्यार किसी पे पहली बार आया है। നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിബിനെയും ബിനിലെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരികത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് കൂടെ വസിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ഇവരുടെ ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അന്ത്യം വരെ പുലരുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹം മാധുര്യം ആസ്വദിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ സംബന്ധിച്ച ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ.
കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, യേശുവൻ ജീവനെ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകിനാഥൻ. ഊമയെ സൗഖ്യമാക്കിയിട शाम गुलाबी सैर गुलाबी पहर गुलाबी है गुलाबी ये शहर हाँ. शाम गुलाबी सैर गुलाबी पहर गुलाबी है गुलाबी ये शहर. मैं भी गुलाबी तू है गुलाबी दिन भी गुलाबी है गुलाबी ये कहर. गुलाबी डोरी है बंदी ये चोरी है नारों कांटों की है ना सीना चोरी है. राहों भी गुलाबी ये ना हो भी गुलाबी लगता है मैं रहूं गुलाबी रे. जाने रे जाने मन जाने है रंग रंग गुलाबी है प्रीत रो. जाने रे जाने सब जाने है रंग रंग गुलाबी है प्रीत रो. गुलाबी डोरी है रे बंदी है चोरी है रे नारों कांटों की है ना सीना चोरी है. सैद गुलाबी चैन गुलाबी दवा भी गुलाबी है असर. ख्वाब गुलाबी ये नैन गुलाबी है सफर. Once in a lifetime you come along, pushing the boundaries, writing a song. And maybe tomorrow we can be great, but just for the moment it's a beautiful day. It's a beautiful day. It's a beautiful day. It's a beautiful day.
ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെറിയ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. ഈശോയും മാതാവും കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച അവസരത്തിൽ ആ കുടുംബത്തിൽ വന്ന പോരായ്മകൾ തീർത്തു കൊടുക്കുവാനായി കടന്നു ചെന്ന് അവരെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് കാണുക. യേശുവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ കുടുംബത്തെ അവമാനങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്നും സംരക്ഷിക്കുന്ന അവസ്ഥയാണ്. യേശു അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന രംഗമാണ് കാണുക. അവിടെ അമ്മ പറഞ്ഞ വാക്യം നമുക്ക് ഓർക്കാം, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അതനുസരിച്ച് അവിടെയുള്ളവർ പ്രവർത്തിച്ചപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും അതിലൂടെ വലിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് കാണുക. അത്ഭുതം നടക്കുന്നു. വിവാഹ ജീവിതത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പക്കൽ നമ്മുടെ മകൻ തന്നെയാണ്. കർത്താവിൻ്റെ കൃപ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്നാണ് കർത്താവ് കാണിച്ചു തരിക. അതിനുള്ള വിശ്വാസവും ഭക്തിയും നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് പരിശുദ്ധ മറിയ നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നേ ദിനം ഈ കുടുംബത്തിലെ ഒരു അംഗം വിവാഹ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരമാണ്. ഇതിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുവാനും അവനെ അനുഗ്രഹിക്കുവാനും വേണ്ടിയാണ് നാം ഈ അവസരത്തിൽ ഇവിടെ അവനോടൊപ്പം സമ്മേളിച്ചിരിക്കുക. അവനെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളങ്ങൾ ആശംസിക്കാം. അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അങ്ങനെ ഇതിൻ്റെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കാം. ഇതിനെ പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവനെപ്പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നറിയിച്ചത് കൊണ്ട് ആദത്തിന് സഖിയായ യഹോവയെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ വിനിലയെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കണ്ണാപൂർവ്വം കടാക്ഷിക്കണം. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹ ജീവിതം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ
കാവൽ മാലാഖമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ പ്രാർത്ഥനയോടും ആശംസയോടും നൽകി എന്നെ സദൈവം അനുഗ്രഹിക്കണമേ. മകനെ അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ.